ഹലോ നമസ്കാരം. ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ജാങ്കോ ഉപയോഗിച്ചിട്ട് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോന്റെ അവസാന വീഡിയോ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പേജ് എങ്ങനെ ഷോ ചെയ്യിപ്പിക്കാം, അതേപോലെ തന്നെ നമുക്ക് ആ പേജിലുള്ള ഡാറ്റാസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബ്ലോഗ് പ്രൊജക്റ്റ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ ഷോ എന്നുള്ള ഭാഗം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യൂവിൽ പോകുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. ഡെഫ്, അതിനുശേഷം ഞാൻ ഇതിൻ്റെ പേര് ഷോ എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം റിക്വസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷോ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് റിക്വസ്റ്റ് എന്നുള്ളൊരു ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. റിക്വസ്റ്റ്, അതിനുശേഷം നമ്മൾ ഒരു കോമ ഇട്ടതിന് ശേഷം PK, പ്രൈവറ്റ് കീ അല്ലെങ്കിൽ ID അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. PK എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കും. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ PK, അതായത് നമുക്ക് ഇവിടേക്ക് ഒരു ഡാറ്റാസ് കിട്ടും. അത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ മോഡലിൽ നിന്നും തിരഞ്ഞ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിവിടെ വന്ന് പ്രോഡക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. പ്രോഡക്റ്റ് ഒരു വേരിയബിൾ നെയിം ഈക്വൽ ടു, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മെയിൻ ഇതിൻ്റെ പേര് പ്രോഡക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ്. അതിനുശേഷം നമ്മൾ നേരത്തെ ആളാണ് കൊടുത്തത്, ഇതിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗെറ്റ് ആണ് കൊടുക്കുന്നത്. അതായത് ഒരു ഡാറ്റാസ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. PK ഈക്വൽ ടു PK എന്ന് ചേർത്ത് കൊടുത്തു. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡാറ്റാസ് നമ്മളെ മോഡലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഡാറ്റാബേസിൽ ഉള്ളിലുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്ത് വരണം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രീനിൽ അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് റിട്ടേൺ, അതിനുശേഷം നമ്മളിവിടെ വന്ന് റെൻഡർ, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് റിക്വസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു, കോമയുടെ. അതിനുശേഷം നമ്മളിവിടെ വന്ന് എവിടെയാണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ പേജിൻ്റെ പേര് ചേർത്ത് കൊടുത്തു, ഷോ ഡോട്ട് HTML. അതിനുശേഷം നമുക്കത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ ആ ഡിക്ഷണറിയും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് പ്രോഡക്റ്റ് എന്ന് ചേർത്തു, ഒരു കോളൻ ഇട്ടതിന് ശേഷം എഗെയിൻ നമ്മളിവിടെ വന്ന് പ്രോഡക്റ്റ് എന്ന് തന്നെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് വ്യൂവിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യം കംപ്ലീറ്റ് ആയി. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, URL പോവാം. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതിന് നമുക്കൊരു URL ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ വന്ന് പാത്ത് എന്ന് ചേർത്ത് കൊടുത്തു. പാത്ത് എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഷോ എന്ന് ചേർത്തു. എന്നിട്ടൊരു സ്ലാഷ് ഇടുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇൻഡ് എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു കോളൻ ഇടുക. എന്നിട്ട് PK എന്ന് ചേർത്തു. എന്നിട്ട് ഈ കോളൻ ഇവിടെ അവസാനിച്ചു. അതായത് നമ്മളിവിടെ ഈ കൊടുത്ത PK ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡലിൽ ഇവിടെ ആയിട്ട് വ്യൂവിൽ നമ്മൾ ഇവിടെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ഐഡിയ ആണോ കൊടുത്തത് അതന്നെ എന്ത് ചെയ്യുക, ഇവിടെയും ക്ലോസ് ചെയ്യാം. കുറേ ഫോമുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കത് നോക്കാൻ ബുദ്ധിമുട്ടാണ്, സെറ്റിങ്സും വേണ്ട. അപ്പോൾ ഇവിടെ വന്ന് വ്യൂവിൽ നമ്മളിവിടെ എന്താണോ ചേർത്ത് കൊടുത്തത് അതന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് URLൻ്റെ ഉള്ളിൽ ഇവിടെയും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ടൊരു സ്ലാഷ് കൂടി ഇട്ടു. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വ്യൂസ് എന്നിട്ടതിന് ശേഷം നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ഷോ എന്ന് ചേർത്ത് കൊടുത്തു. ഇതിന് നെയിമും നമ്മളിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്തു, ഷോ എന്ന് തന്നെ ചേർത്തു. അപ്പം നമുക്ക് എന്ത് ചെയ്തു, ഇതിലേക്ക് നമ്മൾ URLൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ നമ്മൾ ഇവിടെ വന്ന് വ്യൂവിൽ ഒരു ഷോ എന്നുള്ളൊരു പേജ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ഒരു ടെംപ്ലേറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ വന്ന് ഷോ എന്ന് ചേർത്ത് കൊടുത്തു, ഷോ ഡോട്ട് HTML എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിലേക്ക് വേണ്ട ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം, നെറ്റിൽ നിന്ന് പോയിട്ട് കോപ്പി ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അത്രയും ഭാഗം നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ടി വരും, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ വന്ന് GitHub എൻ്റെ പേജ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, റെസ്പോസിറ്ററി, ജാങ്കോ ബ്ലോഗ്, ഇവിടെ വന്ന് ആപ്പ്, അതിനുശേഷം ടെംപ്ലേറ്റ്സ്, ഇവിടെ വന്ന് ഷോ എന്ന ഭാഗമുണ്ട്, അത് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഇവിടുന്ന്
കോപ്പി ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അത്രയും ഭാഗം നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ടി വരും. അപ്പം ഇതിൽ ഈ കാണുന്ന ഭാഗം നമുക്കിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് കമൻ്റ് ആക്കിയിടാം. അതായത് നമ്മളിപ്പോൾ അത് പേജിൽ ഉപയോഗിക്കണില്ല. അപ്പോൾ ആ ഭാഗം മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കമൻ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തു. അതായത് നമുക്കതിപ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ടൈറ്റിലിൻ്റെ ഉള്ളിൽ പ്രോഡക്റ്റ് നെയിം എന്നൊരു ബ്ലോഗ് ഡീറ്റെയിൽസ് ഇടും. ഇവിടെ H1ൻ്റെ ഉള്ളിൽ പ്രോഡക്റ്റ് നെയിം എന്താണോ അത് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇവിടെ നമുക്ക് ഇമേജ് എന്താണോ അതിവിടെ കാണിക്കും. അതേപോലെ പ്രൊഡക്റ്റ് നെയിം എന്താണോ അതിവിടെ കാണിക്കും. അതിൻ്റെ ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് പ്രൊഡക്റ്റ് നെയിമാണ്. പിന്നെ ഇവിടെ വന്ന് പ്രൊഡക്റ്റ് നെയിമും അതേപോലെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനും കാണിച്ചു തരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ എഡിറ്റ് ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, അത് നമുക്ക് തുടർന്ന് ചെയ്യാം. ഇനി നമുക്ക് ഇത് മാത്രമല്ല, ഇനി ജസ്റ്റ് എന്ത് ചെയ്യണം, നമ്മളിവിടെ വന്ന് ഇൻഡെക്സ് പേജിൽ ചെറിയൊരു എഡിറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഇൻഡെക്സ് പേജിലേക്ക് പോവാം. ഇതിൻ്റെ ഉള്ളിൽ ആ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആ പേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ വന്ന് എ എന്നിട്ടും href, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഹൈപ്പർ ലിങ്ക് റെഫറൻസ് എന്നിട്ടതിന് ശേഷം ജാങ്കോ ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇതുപോലെ എഴുതുക. എന്നിട്ട് URL എന്ന് എഴുതാം. അതിനുശേഷം നമുക്ക് ഏത് പേജാണോ ഓപ്പൺ ചെയ്ത് വേണ്ട ആ പേജ് എഴുതാം. ഒപ്പം ഇതിൻ്റെ കൂടെ എന്ത് വേണം, പ്രൊഡക്റ്റ് ID കൂടി നമുക്ക് വരണം. അപ്പോൾ product.pk യോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത്രയും ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യുക. ഇനി ഇവിടെ ഓപ്പൺ ചെയ്തത് ഞാനിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഇത് ഈ ഇമേജ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിവിടെ വന്ന് എൻഡ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം അതിവിടെ വന്ന് എൻഡ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, റൺ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വെർച്വൽ എൻവയോൺമെൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു, നമ്മൾ പ്രോഗ്രാമിലേക്ക് പോയി, എന്നിട്ട് എന്ത് ചെയ്യണം, ഒന്ന് റൺ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ വരുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ സ്പേസ് ഒന്ന് കറക്റ്റായിട്ട് കൊടുക്കുക. What is the main error? Reserve not found is not view. URL show. ഓക്കെ, നമ്മൾ കൊടുത്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്, നേരെ ഇത് കൊടുക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. ഇതിനല്ല നമ്മൾ ഡബിൾ ഇൻവെർട്ടർ കോമ ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ വന്ന് ഈ ഷോ എന്നുള്ള ഭാഗത്തിന്, അതായത് നമ്മൾ ആ കൊടുത്ത ഈ ഷോ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്ന് URL കൊടുക്കുന്ന ഈ നെയിമാണ് നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഷോ എന്നുള്ള പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതിൻ്റെ ഉള്ളിൽ ഷോ എന്നുള്ളത് ചേർത്ത് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഗെയിൻ ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ആ പേജിലേക്ക് ഷോ എന്നിട്ട് 1 എന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഷോ എന്നിട്ടതിന് ശേഷം 2 എന്നുള്ള ഭാഗവും ഡിസ്പ്ലേ ചെയ്ത് വരും. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എറർ ഇവിടെ കാണിച്ചു തരുന്നത്, ഈ നമ്മളിവിടെ വന്ന് ഡിലീറ്റ് എഡിറ്റ് എന്നുള്ള 2 ഫങ്ഷന് കൂടി ഈ ഷോയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒന്ന് തൽക്കാലം അതൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഡീറ്റെയിൽസ് മാത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി ഇതിലാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ ഡീറ്റെയിൽസ് മാത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ഹോം പേജിലേക്ക് വരേണ്ട രൂപത്തിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഹോം പേജിലേക്കായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അതിന് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് href എന്നിട്ട് URL എന്നിട്ട് ഇതിന് ശേഷം ഇൻഡെക്സ് എന്നിട്ട് കൊടുത്തു. ഇൻഡെക്സ് എന്നുള്ളത് നമ്മളിവിടെ ഈ മെയിൻ പേജിന് കൊടുത്ത ഈ പേരാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ
ഇൻഡെക്സിൻ്റെ ഉള്ളിൽ ഇവിടെ വന്ന് ഇവിടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അടുത്തത് എഡിറ്റ്, അതേപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ എഡിറ്റ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് എഡിറ്റ് എന്നുള്ളൊരു ബട്ടണ് ക്രിയേറ്റ് ചെയ്തു. നേരെ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഡിഫ് എന്നിട്ടു, അതിനുശേഷം നമ്മളിവിടെ വന്ന് എഡിറ്റ് എന്നിട്ട് കൊടുത്തു. റിക്വസ്റ്റ് നേരത്തെ നമ്മൾ ഷോയിൽ ചേർത്ത് കൊടുത്ത അതേ കൺസെപ്റ്റ് തന്നെയാണ്, അതേ രൂപത്തിൽ തന്നെയാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൽ കുറച്ചധികം കോഡ് തന്നെ എഡിറ്റിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വന്ന് ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത് ചേർത്ത് കൊടുത്തു. പ്രൊഡക്റ്റ് ഈക്വൽ ടു, അതിനുശേഷം ഗെറ്റ് ഒബ്ജക്റ്റ് ഓർ 404, അതായത് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡാറ്റാസ് ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ 404, അതായത് ഡാറ്റാസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ഡാറ്റാസാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഗെറ്റ് ഒബ്ജക്റ്റ് ഓർ 404 എന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് Django.shortcut റണ്ടർ എന്ന ഭാഗത്ത് വരുന്നൊരു പാക്കേജാണ്. അപ്പോൾ അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇവിടുന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഗെറ്റ് ഒബ്ജക്റ്റ് ഓർ 404 എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതാണോ നമുക്ക് എടുക്കേണ്ടത് ആ ഡാറ്റാബേസിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്ത് പ്രൊഡക്റ്റ്. അതിനുശേഷം നമുക്കിവിടെ വന്ന് പ്രൊഡക്റ്റ് എന്നിട്ടതിന് ശേഷം PK ഡോട്ട് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ PK എന്നിട്ടതിന് ശേഷം PK എന്ന് ചേർത്ത് കൊടുത്തു. അപ്പം അങ്ങനെ ഡാറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അത് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, 404 എറർ ആയിരിക്കും കാണിച്ചു തരാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഒരു ഈഫ് വെച്ചിട്ട് ചെയ്യാം. ഈഫ്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, റിക്വസ്റ്റ്, അതായത് ഒരു ഫോം ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഡാറ്റാസ് എടുക്കുന്നത്. റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, ഒരു കോളൻ ഇട്ടു, എന്നിട്ട് ഫോം എന്നിട്ട് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ മുകളിലുള്ള ഫോം നമുക്കിവിടെ ആഡ് ചെയ്യാം, പ്രൊഡക്റ്റ് ഫോം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ്, നമുക്ക് ഡാറ്റാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫയലുകൾ, അതായത് പിക്ചേഴ്സൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഫയൽസ് എന്നുള്ളത് ചേർത്ത് കൊടുക്കുന്നത്. ഇമേജ് അങ്ങനെ ഫയലുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൽ പുതിയതായിട്ട് ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമാണ്. അപ്പോൾ ഇൻസ്റ്റൻസ് ഈക്വൽ ടു പ്രൊഡക്റ്റ്, അതായത് നമുക്ക് ആ സെലക്ട് ചെയ്യുന്ന ഡാറ്റാസിലുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇത് ചെയ്യേണ്ടത്, ആ ഫോമിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഫോം വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോമിലുള്ള എല്ലാ ഡാറ്റാസും വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് _valid എന്ന് ചേർത്ത് കൊടുത്തു. ഒരു കോളൻ ഇടുക. ഓക്കെ, എന്നിട്ട് ഫോമിൻ്റെ ഉള്ളിൽ എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫോം നേരെ സേവ് ചെയ്യണം. അപ്പോൾ ഫോം ഡോട്ട് സേവ് എന്ന് ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും റിട്ടേൺ ചെയ്യണം. റിട്ടേൺ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നേരെ ഷോ എന്നുള്ള പേജിലേക്ക്, അതായത് നമ്മളെ ഇൻഡെക്സ് എന്നുള്ള പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റീഡയറക്റ്റ് എന്നുള്ളൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് റീഡയറക്റ്റ് എന്നുള്ളത് കൂടി ഇവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ റിട്ടേൺ റീഡയറക്റ്റ്. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഏത് പേജിലേക്കാണോ നമുക്ക് റീഡയറക്റ്റ് ചെയ്യേണ്ടത് അതിവിടെ ചേർക്കാം. ഇൻഡെക്സ് എന്നുള്ള പേജിലേക്കാണ്, അപ്പോൾ ആ പേജിൻ്റെ പേര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ URL ഇവിടെ കൊടുത്ത പേരുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇൻഡെക്സ്, അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഏതാണോ എന്ത് ചെയ്യാം, ഇവിടെ ഇൻഡെക്സിന് പകരം ഷോ എന്നുള്ള പേജിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നേരെ എഡിറ്റ് ചെയ്ത പേജിലേക്ക് തന്നെ പോകണം. ഇനി ഇവിടെ വന്ന് PK ഈക്വൽ ടു പ്രൊഡക്റ്റ്
പ്രോഡക്റ്റ് നമ്മൾ മുകളിൽ കൊടുത്തത് PK. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഡാറ്റാസ് നമുക്ക് ഒപ്പം എന്ത് ചെയ്യണം, ഇതിലേക്ക് സെൻഡ് ചെയ്യും വേണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണിച്ചു തരും. ഇനി അങ്ങനെ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും എറർ ആണെങ്കിൽ നമ്മളിവിടെ വന്ന് എൽസെ എന്നിട്ടതിന് ശേഷം ഫോം ഈക്വൽ ടു അതിന് ശേഷം പ്രോഡക്റ്റ് ഫോം. അങ്ങനെ ഒരു ഫോം ഇല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് ഇൻസ്റ്റൻറ്റ് എന്നിട്ട് ഇവിടെ വന്ന് ഇൻസ്റ്റൻറ്റ് എന്നിട്ട് അതിന് ശേഷം നമ്മൾ പ്രോഡക്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. ഫ്രോമിലെ പ്രോഡക്റ്റ്, അതായത് എറർ എന്തെങ്കിലും വരികയാണെങ്കിലാണ് നേരെ ഇതിലേക്കായിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ മെയിൻ ആയിട്ട് റിട്ടേൺ ചെയ്യുക. റിട്ടേൺ അതിനുശേഷം റെൻഡർ അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു, ഒരു കോമ ഇട്ടു. അതിനുശേഷം നമുക്ക് ഏത് പേജാണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ പേജിൻ്റെ പേര് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യേണ്ട പേജ് എന്ന് പറയുന്നത് edit.html ആണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യാം. നമുക്ക് ഫോം എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യണം, അപ്പോൾ നമ്മൾ ഫോം എന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് ആണ്, അപ്പോൾ ഇവിടെ വന്ന് പ്രോഡക്റ്റ് എന്നും ചേർത്ത് കൊടുക്കും. ഒരു കോളൻ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് എന്നും ചേർത്ത് കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിലേക്ക് വരേണ്ടത്. അപ്പോൾ കുറച്ചധികം ഡീറ്റെയിൽസ് തന്നെ എഡിറ്റിൽ വരുന്നുണ്ട്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് കിട്ടണില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിച്ച് മനസ്സിലാക്കുക. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇനി എന്ത് ചെയ്യണം, ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ edit.html എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ചെറിയൊരു പേജ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത് നെറ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് തന്നെ ടൈപ്പ് ചെയ്യാവുന്ന ചെറിയൊരു ഫയലാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടത്, ആ ഫയൽ ഇവിടെ എഴുതുന്നുണ്ട്. ഇവിടെ വന്ന് H1 ഉള്ളിൽ എഡിറ്റ് പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ജസ്റ്റ് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. ഫോം. ഓക്കെ, ഇത് ഡാറ്റാസുകളൊക്കെ വരുന്നത് കൊണ്ട്, അതായത് ഇമേജൊക്കെ നമുക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് അതുകൂടി നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് CSRF ടോക്കൺ, ഫോം നമ്മൾ എപ്പോഴും ജാങ്കോയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ CSRF ടോക്കൺ കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് ഇവിടെ വന്ന് ഫോം എന്നുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ഫോം ഡോട്ട് അതിനുശേഷം as_p ഓരോന്നോരോ ലൈൻസിലായിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ വന്ന് നമ്മളൊരു ബട്ടൺ കൂടി ചേർക്കാം. ബട്ടൺ എന്നുള്ളത് സബ്മിറ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ സേവ് ചേഞ്ചസ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. എഗെയിൻ നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം, ഇതൊന്നുകൂടി റീലോഡ് ചെയ്തിട്ട് ഒന്നുകൂടി റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് എഡിറ്റ് URL പ്രൊഡക്റ്റ് PK എഡിറ്റ് ഈസ് നോട്ട് വാലിഡ് ഫങ്ഷൻ URL നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എഡിറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു URL ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ പാത്ത് നിന്ന് ചേർത്ത് കൊടുത്തു. ഇവിടെ വന്ന് എഡിറ്റ് എന്ന് ചേർത്ത് മുകളിലുള്ളത് നോക്കി അതേപോലെ തന്നെ ചെയ്താൽ മതി. ഇവിടെ വന്ന് ഇൻറ്റ് അതിനുശേഷം കോളൻ ഇട്ടു, എന്നിട്ട് PK അതിനുശേഷം ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു, ഒരു കോമ ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് വ്യൂസ് അതിനുശേഷം നമ്മളിവിടെ വന്ന് എഡിറ്റ് ആയതുകൊണ്ട് എഡിറ്റ് എന്ന് ചേർത്തു. എന്നിട്ട് നെയിം, എന്നിട്ട് ഇവിടെ വന്ന് എഡിറ്റ് എന്നും ചേർത്തു. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തു. ഒന്നുകൂടി നമുക്ക് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നോക്കൂ, ഇവിടെ എഡിറ്റ് എന്നുള്ളൊരു പേജ് ഉണ്ട്. നമുക്കൊരു ബ്രേക്ക് കൂടി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തോ പോലെ എല്ലാം ഒരു ഭാഗത്തായിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഷോൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ബ്രേക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എല്ലാം ഒരു പേജിലായിട്ടായിരിക്കും, നമുക്ക് ഒരു ലൈനിലായിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. ഡിസൈനിങ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു പോവുക. അപ്പോൾ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ, ഇവിടെ എററുണ്ട്. വ്യൂസിൽ 28ാമത്തെ ലൈനിൽ എന്തോ എററുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. വ്യൂസിൽ 28ാമത്തെ ലൈനിൽ എററുണ്ട്.
ഈ ഫോം എന്നുള്ളത് നമുക്ക് ഇതിന്റെ പുറത്താണ് കിട്ടേണ്ടത്, കാരണം അത് ഉള്ളിലാണ് വന്നത്. അപ്പൊ എൽസ് ഒരു മിസ്റ്റേക്കാണ് വന്നിരുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പൊ ഈ ഫോം എന്നുള്ളത് ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു ലോക്കൽ വേരിയബിൾ ആയിട്ടായിരിക്കും വരിക. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇവിടെ കിട്ടണം, അതായത് ഇവിടെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷന് പുറത്ത് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് പുറത്തായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഇവിടേക്ക് മാറ്റി കൊടുക്കാം. ഒന്നുകൂടി നമുക്കിത് റൺ ചെയ്യിപ്പിക്കാം. അപ്പൊ ഞാനതൊന്ന് റിലോഡ് ചെയ്തു. ഇനി ഇവിടെ വന്ന് എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ രൂപത്തിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ വന്ന് നെയ്സ് എന്ന് ചേർത്തു, എന്നിട്ട് ഇവിടെ വന്ന് സേവ് ചേർത്ത് കൊടുത്തു. അപ്പൊ നോക്കൂ, ഇറ്റ് ഈസ് എ ബെറ്റർ ഫ്ലവർ നൈസ്. ഇനി ജാസ്മിൻ എന്നിട്ട് ഇതിന്റെ കൂടെ ഒരു ടെസ്റ്റ് എന്നുള്ളൊരു ഇത് കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം സേവ് ചെയ്തു. അപ്പൊ നോക്കൂ, ഇതിന്റെ കൂടെ ആ ടെക്സ്റ്റ് എന്നുള്ളത് കൂടി ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എഡിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് കൂടി ചെയ്യാം. ഡിലീറ്റ് ചെയ്യാൻ സിമ്പിളാണ്. ഇവിടെ വന്ന് ഷോയിൽ നമ്മളിപ്പോൾ എഡിറ്റ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഡിലീറ്റിൻ്റെ കൂടി ചെയ്യാം. ഇവിടെ എഡിറ്റ് എന്നുള്ളതിന് പകരം ഞാനിവിടെ വന്ന് ഡിലീറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇവിടെയും എഡിറ്റിന് പകരം ഞാൻ ഡിലീറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നേരെ വ്യൂയിലേക്ക് പോവാം. ഇതിലധികം കോഡൊന്നും വരുന്നില്ല. ഇവിടെ വന്ന് ഡിഫ് എന്നിട്ടു, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡിലീറ്റ് എന്ന് ചേർത്തു. മുകളിലുള്ള അതേ കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. റിക്വസ്റ്റ്, അതിനുശേഷം നമ്മളിവിടെ വന്ന് PK എന്ന് ചേർത്തു, എന്നിട്ട് ഒരു കോളന് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നേരത്തെ ചെയ്ത അതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് ഇവിടെയും കുറച്ച് കോഡുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇവിടെ വന്ന് പ്രോഡക്റ്റ് എന്ന് ചേർത്തു. പ്രോഡക്റ്റ് ഈക്വൽ ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് ഗെറ്റ് ഒബ്ജക്റ്റ് ഓർ ഫോർ നോട്ട് ഫോർ, അതായത് ആ ഡാറ്റാസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. ഇല്ലെങ്കിൽ ഫോർ നോട്ട് പേജ് ഡിസ്പ്ലേ ചെയ്യണം. നമ്മളെ മോഡലിന്റെ പേര് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് PK ഈക്വൽ ടു PK, നമുക്ക് ആ സ്പെസിഫിക് ആയിട്ടുള്ള ID മാത്രമായിട്ട് സെലക്ട് ചെയ്തെടുക്കാനാണ് ഈ കോഡ് എഴുതുന്നത്. ഇനി എന്ത് ചെയ്യണം, നമുക്കിവിടെ വന്ന് ഒരു ഈഫ് മെത്തേഡ് ചേർത്തു. ഈ മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്, ഒരു കോളന് ഇട്ട് കൊടുത്തു. മെത്തേഡ് ഇതിനു മുമ്പ് റിക്വസ്റ്റ് എന്ന് കൂടി ചേർത്ത് കൊടുക്കുക. റിക്വസ്റ്റ് മെത്തേഡ്. ഇനി ഇവിടെ വന്ന് റിക്വസ്റ്റ് മെത്തേഡ് എന്ന് ചേർത്തു. അതിനുശേഷം അത് കിട്ടുകയാണെങ്കിൽ, ആ ഡാറ്റാസ് സ്പെസിഫിക് ആയിട്ടുള്ളത് നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് എന്നിട്ട് ആ ഫംഗ്ഷനെ കോൾ ചെയ്തെടുക്കുകയാണ്. റിട്ടേൺ, എന്നിട്ട് ഏത് പേജിലേക്കാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം. റിട്ടേൺ റീഡയറക്റ്റ് ഇൻഡെക്സ്, നമുക്ക് എന്ത് ചെയ്യണം, നേരെ ഇൻഡെക്സ് എന്നുള്ള പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യും, ഇൻഡെക്സ് എന്നുള്ള പേജിലേക്ക് റീഡയറക്റ്റ് ആകും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ റെൻഡർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിക്വസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. റിക്വസ്റ്റ്, അതിനുശേഷം നമ്മളിവിടെ വന്ന് നമുക്ക് ഏതാണോ HTML പേജ് ക്രിയേറ്റ് ചെയ്തത് ആ പേജിന്റെ പേര് കൊടുക്കാം. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തത് ഡിലീറ്റ് എന്നുള്ളതാണ്. അതിനുള്ളത് ആ ഡാറ്റാസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനുള്ള ഡിക്ഷണറി കൂടി ക്രിയേറ്റ് ചെയ്യാം. ആദ്യം പ്രൊഡക്റ്റ് എന്ന് ചേർത്തു, സിംഗിൾ കൊട്ടേഷനുള്ളിലിടുക. അതായത് ആദ്യം ID ആണ്, ഡിക്ഷണറിയിൽ ആദ്യം ID ആണ് വരുന്നത്, അത് ചേർത്തു. അതിനുശേഷം ഒരു കോളൻ ഇടുക, എന്നിട്ട് വീണ്ടും അഗെയിൻ നമുക്ക് അടുത്ത കൂടി ചേർത്തു. ഓക്കെ, ഇതിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഡിലീറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നേരെ എന്ത് ചെയ്യാം, നമുക്കിവിടെ വന്ന് URL കൂടി സെറ്റ് ചെയ്യാം. ഒരു കോമഡ പാത്ത് മുകളിലുള്ളത് നോക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. സിംഗിൾ കൊട്ടേഷൻ ഇട്ടു, ഡിലീറ്റ് എന്ന് ചേർത്തു, ഒരു കോളൻ ഇടുക, എന്നിട്ട് ഇവിടെ വന്ന് ഇൻറ്റ് കോളൻ, അതിനുശേഷം PK
ഇതിവിടെ വെച്ച് ക്ലോസ് ചെയ്യുക, ഒരു കോമ ഇടുക, യൂസ്. അതിനുശേഷം നമ്മുടെ ഇവിടെ വന്ന് ഡിലീറ്റ് എന്ന് ചേർത്തു, നെയിം ഈക്വൽ ടു ഡിലീറ്റ്. ഓക്കെ, അപ്പോൾ വ്യൂവും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ, അതായത് നമുക്ക് ഈ ഷോയിൽ ഒരു ഡിലീറ്റ് എന്നുള്ളൊരു ബട്ടൺ കൂടി ആഡ് ചെയ്യാം. അത് ഓൾറെഡി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഒരു ഡിലീറ്റ് എന്നുള്ളൊരു ടെംപ്ലേറ്റ്സ് കൂടി ക്രിയേറ്റ് ചെയ്യാം. നേരിട്ടാണ് പോയി ഡിലീറ്റ് ആവാതെ ഒരു വാർണിംഗ് മെസ്സേജ് കൂടി നമുക്ക് വരാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് .html എന്ന് ചേർത്തു. നേരിട്ട് പോയിട്ട് ഡിലീറ്റ് ചെയ്യാതെ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കൺഫർമേഷൻ മെസ്സേജ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അധികമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ H1 ഉള്ളിൽ ഡിലീറ്റ് ബ്ലോഗ് പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഒരു ഫോം വെച്ചിട്ടാണ് ഡിലീറ്റ് ഫോം ചേർത്തു. ഫോം കൊടുക്കുമ്പോൾ എപ്പോഴും CSRF ടോക്കണ് കൊടുക്കുക, അതൊരിക്കലും മറക്കരുത്. ഓക്കെ, CSRF ടോക്കണ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബട്ടൺ മാത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഇതിനുള്ളിൽ ടെക്സ്റ്റ് ഡിലീറ്റ് എന്ന് ചേർത്തു. നേരിട്ട് പോയി ഡിലീറ്റ് ആവാതിരിക്കാനാണ് ഇത് ചേർക്കുന്നത്. ഇതിനുള്ളിൽ ടെക്സ്റ്റ് ഡിലീറ്റ് എന്ന് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു മെസ്സേജ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു H3 ഉള്ളിൽ ചേർക്കാം. ആർ യു ഷുവർ വാണ്ട് ടു ഡിലീറ്റ് എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഏതാണോ ഡിലീറ്റ് ചെയ്യുന്നത് അതുകൂടി ഇവിടെ കാണിച്ചു തരണം. അപ്പോൾ പ്രോഡക്റ്റ് .നെയിം എന്തെന്ന് ചെയ്യാൻ പോലെ ക്ലോസ് ചെയ്യുക. അപ്പൊ ഈ മെസ്സേജ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ വ്യൂവില് ഇവിടെ ഇങ്ങനെ പ്രൊഡക്റ്റ് എന്നുള്ളത് ഇവിടേക്ക് ഒരു ഡിക്ഷണറി ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ എന്ത് ചെയ്യും, പേജ് ഡിലീറ്റ് ആയി വരും. നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അഗെയിൻ ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, പ്രൊജക്റ്റ് റൺ ആയിട്ടുണ്ട്. ഹോം പേജിലേക്ക് പോയി ഒന്നാമത്തെ ഈ പിക്ചർ എടുത്തു, ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് വരുന്നത് ഡിലീറ്റ് ബ്ലോഗ് പോസ്റ്റ്, ആർ യു ഷുവർ വാണ്ട് ടു ഡിലീറ്റ്. ഈ പേജ് ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നത് യെസ് കൊടുത്തു. അപ്പോൾ അത് ഡിലീറ്റ് ആക്കി. ഇനി ഇതും ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എഡിറ്റ് ചെയ്യാം. ഇനി അതല്ല നമുക്കത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. എസ്സിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് പോസ്റ്റുകളൊന്നുമില്ല. ഇനി പുതിയത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് എങ്ങനെ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം, അതിലേക്ക് എങ്ങനെ ഡാറ്റാസ് ആഡ് ചെയ്യാം, അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം, അതിലേക്ക് ഇമേജ് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു സ്പ്രെഡ് ഓപ്പറേഷൻ മെത്തേഡ് രൂപത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബ്ലോഗിന്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറെ ഒരു പ്രൊജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.